ഈ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ആത്മഹത്യക്ക് പോണ ആൾക്കാർ തിരിച്ചു വന്നിട്ടുള്ള അനുഭവം ഒരുപാട് അനുഭവം. അത് അതിൻ്റെ കമൻറ്റ് വായിച്ച് അറിയാൻ പറ്റും. ഒരുപാട് പേര്. അതിലെനിക്ക് അറിയാവുന്നൊരു കാര്യം, ഒരു വ്യക്തി ആ വ്യക്തി ഈ ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്ന സമയം അദ്ദേഹം ഒന്ന് വിങ്ങിക്കരഞ്ഞു. വീട്ടിലെല്ലാവരും ഇല്ല, ആത്മഹത്യ ശ്രമിക്കുന്നു. അപ്പോൾ ജനലിലൂടെ ഒഴുകി വന്ന അടുത്ത വീട്ടിൽ വെച്ചിരിക്കുക പാട്ട്, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതൂർക്കണം, കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം, അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേ. ഈ പുള്ളി ഈ ആത്മഹത്യ മറന്നിട്ട് ഇത് കേട്ട് നിന്ന് കഴിഞ്ഞിട്ട് ഒരു വലിയ ഊർജം ഇദ്ദേഹത്തിൽ നിറയുന്ന പോലെ തോന്നി. ഇദ്ദേഹം അവിടെ കുറച്ച് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞിട്ട് കുറച്ച് നേരം തല ചായ്ച്ച മേശപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് വാല് തുറന്ന് ഇറങ്ങി ചെന്നു. ചേട്ടോ, അപ്പോൾ അറിയാവുന്ന അയലോക്കാരാണ്, അവർക്കൊന്നും അറിയത്തില്ല ഈ പുള്ളി. അതെ, ഈ പാട്ട് ഏതാണെന്ന് ചോദിച്ചു. പറഞ്ഞു അതെ ഈ CD ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു CD ആണ് അവരെടുത്തിട്ട് കൊടുത്തു. ഈ മനുഷ്യൻ അത് നോക്കിയിട്ട് അതിൽ ഫോൺ നമ്പർ കളക്ട് ചെയ്തു, വിളിച്ചു. പീറ്റർ ചേരാനിൽ വരുന്നേ. പീറ്റർ ഫോൺ എടുത്തു. സാർ എവിടെയാന്ന് ചോദിച്ചു. ആരാന്ന് ചോദിച്ചു. ഈ വ്യക്തിയുടെ പേര് പറഞ്ഞു, സ്ഥലമൊക്കെ പറഞ്ഞു. സാർ എവിടെയാണല്ലോ, എനിക്കൊന്ന് കാണണം പുള്ളി പറഞ്ഞു. എന്തിനാ കരയുന്നേ? സാർ എവിടെയാണ്? എന്നെ പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ എടപ്പള്ളി വല്ലാർപാടം ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി എന്ന് വല്ലാർപാടം കണ്ടാണ്. ഈ മനുഷ്യൻ കാറും എടുത്ത് പീറ്റർ ചെന്ന് കണ്ടതേ കെട്ടിപ്പിടിച്ച് ഏങ്ങളടിച്ച് അങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, സാറേ ഈ പാട്ടാണ് എന്നെ ആത്മഹത്യയിൽ തിരിച്ചെന്ന് പറഞ്ഞു. പിന്നീട് ആ മനുഷ്യൻ ഒരുപാട് സ്നേഹം പങ്കുവെച്ച് വളരെ നല്ല ഊർജ്ജത്തോടെ ആർജ്ജത്തോടെ ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി നീങ്ങുന്നു കഴിയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അത് സത്യം. കാരണം ഒന്നും കഴിയാൻ പറ്റിയില്ലെങ്കിലും ഒരു ജീവനെ പിടിച്ചു നിർത്താൻ നമ്മളെ ദൈവം ഉപയോഗിച്ചല്ലോ. അതെ, നമ്മുടെ മഹിമയല്ല അത്, ദൈവം അത് ഉപയോഗിച്ചപ്പോൾ നമ്മളെ ഉപകരണമായി സെലക്ട് ചെയ്തല്ലോ എന്നുള്ള ഒരു ആനന്ദം, സന്തോഷം.